വീണ്ടും വാർത്തകളിലേക്ക്. ഡിവൈഎഫ്ഐ നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. എടത്തിരുത്തി പുളിഞ്ചോട് സെന്ററിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഡിവൈഎഫ്ഐ മുൻ ജില്ലാ പ്രസിഡന്റ് PS വിനയൻ ഉദ്ഘാടനം ചെയ്തു. പേര് പറഞ്ഞു 2 FIR പേര് പറഞ്ഞ് ചരിത്രത്തിൽ ആ കേസ് പാതി വഴിയിൽ ഉപേക്ഷിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വത്തിന് നേതൃത്വം കൊടുത്ത വർഗവും ഭരണകൂടവും അതിന്റെ ക്രിമിനലുകളായ മുഴുവൻ കാപാലികരും ജനങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു കാലം ഈ സമൂഹത്തിൽ വരും. കൂത്തുപറമ്പ് രക്തസാക്ഷിത്വം ഇന്നും പൊരുതുവാനുള്ള ഇന്ധനമാണ്, ഫ്യൂവലാണ്, ഊർജമാണ് ഡിവൈഎഫ്ഐക്ക്, കമ്മ്യൂണിസ്റ്റുകാർക്ക്. ഇന്നും ഒരു തർക്കമുണ്ട്. പോരാട്ടത്തിനുള്ള ഫ്യൂവൽ ഇന്ധനമാണ് കൂത്തുപറമ്പ്. ഇവിടെ ഭരണവർഗക്കാർക്ക് തെറ്റുപറ്റി. ഇവിടെ ഭരണവർഗത്തിന്റെ കാവൽപ്പട്ടികളുടെ വേഷമണിഞ്ഞ പോലീസിന് തെറ്റുപറ്റി. കൂത്തുപറമ്പിലെ 5 പേരെ നിങ്ങൾ ഇല്ലാതാക്കിയപ്പോൾ ഞങ്ങളാണ് വിജയിച്ചത്. ബ്ലോക്ക് പ്രസിഡന്റ് PR ഷാജിമോഹൻ അധ്യക്ഷനായിരുന്നു. പൂക്കാസ ജില്ലാ സെക്രട്ടറി പ്രൊഫസർ KU അരുണൻ, KG സുഖദേവ്, MK ഫലുനൻ, AV സതീഷ്, അഡ്വക്കേറ്റ് VK ജ്യോതി പ്രകാശ്, PA സഗീർ, CH അഷീർ, പ്രകാശ് NR ഖാൻ ജൂലിയറ്റ് എന്നിവരും സംസാരിച്ചു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് സാക്ഷരതാ മിഷൻ തുടർ വിദ്യാ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തളിക്കുളം CMS UP സ്കൂളിൽ അക്ഷരലക്ഷം എന്ന പദ്ധതിയുടെ ആദ്യഘട്ടം ഉദ്ഘാടനം നടത്തി. ആദ്യഘട്ടത്തിന്റെ പരീക്ഷയാണ് ഇതിന്റെ ഭാഗമായി നടന്നത്. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൗക്കത്തിലെ പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഒരു നിർബന്ധമായിട്ടുള്ള ഒരു നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ പഞ്ചായത്തിലും ഇന്ന് അതിന്റെ 1ാം ഘട്ടം ആരംഭിക്കുന്നത്. ഏകദേശം 100 പേരോളം ഇപ്പൊ തന്നെ ഇതിലേക്ക് അംഗമാവുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാ സഹോദരിമാർക്കും ഇന്ന് ഇവിടെ നിന്നൊരു ചോദ്യപേപ്പർ തരും. ആ ചോദ്യപേപ്പറിൽ പറഞ്ഞിട്ടുള്ള ചോദ്യമാണ് ആദ്യം ചോദിക്കുക. അതിന് ഉത്തരം നിങ്ങൾ മറുപടിയിലൂടെ പറയുകയും അതിനുശേഷം അത് എഴുതാനും വായിക്കാനും അറിയുന്ന രീതിയിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായ ലക്ഷ്യം. നിങ്ങളെല്ലാവരും ഇന്ന് ഓരോ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളാണ്, ബാങ്കുകളിൽ പോകുന്ന ആളുകളാണ്. MK ബാബു അധ്യക്ഷനായിരുന്നു. തുടർ വിദ്യാകേന്ദ്രം പ്രേരക MR മിനി പരീക്ഷയ്ക്ക് നേതൃത്വം നൽകി. ആദ്യഘട്ടം പരീക്ഷയിൽ 80ഓളം പഠിതാക്കളാണ് പരീക്ഷ എഴുതിയത്. കേരള ആർട്ടിസൻസ് യൂണിയൻ CITU പെരിഞ്ഞനം പഞ്ചായത്ത് സമ്മേളനം പെരിഞ്ഞനം ഗവൺമെന്റ് UP സ്കൂളിൽ നടന്നു. യൂണിയൻ ഏരിയ സെക്രട്ടറി OA സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു. AN സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. CN രവീന്ദ്രനാഥ്, NK രാമദാസ്, CM വേലായുധൻ, AR ശിവദാസ്, VK ഉണ്ണി എന്നിവരും സംസാരിച്ചു. CITUവിന്റെ ജില്ലാ അതുപോലെ തന്നെ സംസ്ഥാന അഖിലേന്ത്യാ സമ്മേളനങ്ങളായാലും അതെല്ലാം തൊഴിലാളി പ്രസ്ഥാനം, തൊഴിലാളികൾ, അതുപോലെ തന്നെ രാജ്യത്തെ സാമാന്യ ജനങ്ങൾ അവരെല്ലാം നേരിടുന്ന ഗൗരവപ്പെട്ട വിഷയങ്ങൾ എന്താണ് അതിന് കാരണം എന്നുള്ളത് വിലയിരുത്തി ഇപ്പോൾ നമ്മളെ അഭിമുഖീകരിക്കുന്ന വിലക്കയറ്റം, തൊഴിലില്ലായ്മ തുടങ്ങിയിട്ടുള്ള അതീവ ഗുരുതരമായ പ്രശ്നങ്ങളെ സംബന്ധിച്ച് നമ്മൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ ഈ കഴിഞ്ഞ സമ്മേളനം മുതൽ ഈ സമ്മേളനം വരെയുള്ള കാലയളവിൽ ഒട്ടേറെ പ്രക്ഷോഭ സമരങ്ങൾ നമ്മളുടെ സംഘടനകൾ ഒറ്റയ്ക്ക് നടത്തുന്ന പാർട്ടി സ്ഥാനിന്, അതുപോലെ തന്നെ മറ്റേ അംഗൻവാടിക്കാരുടെ പാർലമെന്റ് മാർച്ച് നടത്താം. 2 ദിവസം 26, 27 തീയതികളിലായിട്ട് അംഗൻവാടി ടീച്ചർമാരുടെയും ഹെൽപ്പർമാരുടെയും ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന പാർലമെന്റ് മാർച്ച് ഇപ്പോൾ ഡൽഹിയിൽ നടക്കാൻ പോകും. അവർ ഇപ്പോൾ ട്രാൻസ്പോർട്ട് തൊഴിലാളികൾ, ഓട്ടോറിക്ഷക്കാർ, നിർമ്മാണ തൊഴിലാളികൾ, വിവിധ രംഗങ്ങളിൽ പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം അവരുടെ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒറ്റയ്ക്കുള്ള ഒട്ടേറെ സമരങ്ങൾ നടത്തിയിരുന്നു. നിങ്ങൾ നടത്തിയില്ല. KNM തൃശൂർ ജില്ലാ സംയുക്ത കൺവെൻഷൻ സംസ്ഥാന സെക്രട്ടറി C മമ്മു ഉദ്ഘാടനം ചെയ്തു. അതിന്റെയൊക്കെ തന്നെ മാതൃസംഘടനയായ KNM ആയിരുന്നാലും നമ്മളിങ്ങനെ സംഘടിക്കുകയും കൺവെൻഷനുകളും സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ സംഘടിപ്പിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മൾ അത് ഓർക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്, അതിന്റെ ഗൗരവം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ഇത് ഞാൻ സൂചിപ്പിക്കുന്നത് ഒരു സംഘടന എന്ന നിലയിൽ വളരെയേറെ പരിചയമുള്ള ആളുകൾ എൻ്റെ മുന്നിലിരിക്കുന്നുണ്ട്. സംഘടനയുടെ പിളർപ്പിനെ സംബന്ധിച്ചിടത്തോട് സൂചിപ്പിക്കുകയുണ്ടായി. ആ
പിളർപ്പിന് ശേഷം വളരെ അവ്യക്തമായ നിലയിൽ നമ്മുടെ സഹോദരങ്ങളെ ഇല്ലാത്ത വേണ്ടാത്ത ഈബത്തും അതുപോലെ തന്നെയുള്ള പച്ച നുണയും പറഞ്ഞ് തെറ്റിപ്പിച്ചുകൊണ്ട് മനസ്സുകളെ അകറ്റി നിർത്തിയ ഒരു കാലമായിരുന്നു 2002 മുതലുള്ള 2-3 വർഷങ്ങൾ. ഇന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ പല പണ്ഡിതന്മാരും പല നേതാക്കളും മനസ്സുരുകി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ, പ്രത്യേകിച്ചും KK മുഹമ്മദ് സുല്ലമിയെ പോലെയുള്ള നമ്മുടെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി, പ്രബോധന പ്രവർത്തനത്തിന് വേണ്ടി മുഴുവനും ഒഴിഞ്ഞു വെച്ചിട്ടുള്ള, ജീവിതം തന്നെ മാറ്റിവെച്ചിട്ടുള്ള അത്തരത്തിലുള്ള പണ്ഡിതന്മാരെയൊക്കെ തന്നെ വേദനിപ്പിച്ച് വളരെയേറെ അങ്ങേയറ്റം വരെ വളരെ മോശമായ രീതിയിൽ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന കുട്ടികളെ കൊണ്ട് പോലും. KA അബ്ദുൽ ഹസീബ് മദനി അധ്യക്ഷനായിരുന്നു. KA അബ്ദുൽ സലാം കൊടുങ്ങല്ലൂർ, PK അബ്ദുൽ ജബ്ബാർ കൈപ്പമംഗലം, A താജുദ്ദീൻ സൊലാഹി, MA ഫൈസൽ, PK നൂർജഹാൻ ടീച്ചർ, KA നസീർ, PK മജീദ്, KA അലി എന്നിവരും സംസാരിച്ചു. ഇനി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ശ്രീനാരായണ ഗുരുദേവനെ ആൾദൈവമാക്കിയും സാമൂഹിക പരിഷ്കർത്താവായും രാഷ്ട്രീയക്കാർ വ്യാഖ്യാനിക്കുന്നുവെന്ന് തുഷാർ വെള്ളാപ്പള്ളി. OV സിൽവേരി എഴുതിയ മതിലകം ചരിത്രവും സംസ്കാരവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. DYFI നാട്ടിക ബ്ലോക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.